തേർഡ് ഏജ് ടോക്കിംഗ് പാർലർ ഒന്നിച്ചിരിക്കാം ഒരുമയോടെ ഇരിക്കാം എന്ന ആശയവുമായി വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ച് വിരമിച്ച മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 30ഓളം മുതിർന്ന പൗരന്മാരാണ് ഇതിൽ പങ്കെടുത്തത്. ഇതോടൊപ്പം ആലപ്പുഴ മുൻ MP ഡോക്ടർ KS മനോജ് മുതിർന്ന പൗരന്മാരുടെ വൈദ്യ പരിശോധനയും നടത്തി. പ്രായം തളർത്താത്ത മനസ്സുമായി അവർ പാട്ടും കവിതയും കഥയും പഴംപുരാണവുമായി ഒത്തുകൂടി ജീവിത സായാഹ്നം സന്തോഷം പകരുന്ന നിമിഷങ്ങളാക്കി മാറ്റാനാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ഒന്നെങ്കിൽ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലിക്കായോ ഒക്കെ വിദേശത്തൊക്കെയാണ്. അവരൊന്നും പക്ഷേ ചിലപ്പോൾ വലിയ അസുഖമൊന്നുള്ളവരായിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അതിനി അങ്ങോട്ട് കൂടുതൽ വർദ്ധിച്ചു വരികയേ ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ കുട്ടികളെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. മുൻപായിരുന്നെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ ഉണ്ടായിരുന്നവർ ഒന്നുമില്ലെങ്കിൽ ഒന്ന് പെൻഷൻ വാങ്ങാനെങ്കിലും ഒക്കെ ട്രഷറിയിലോ ഒക്കെ പോകുമ്പോൾ ഒന്ന് പരസ്പരം കാണാനും ആശയവിനിമയം നടത്താനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നു. എൻ്റെ മദറിലോ ടീച്ചറാണ്. അപ്പം എനിക്കറിയാം, അമ്മ പെൻഷൻ വാങ്ങാൻ പോകുമ്പോൾ ട്രഷറി പോകുമ്പോൾ എല്ലാവരുമായിട്ടൊന്ന് കാണാനും ഒരു സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബാങ്കിൽ ചെല്ലുമ്പോൾ ഒന്ന് കാണാനോ ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇന്ന് ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ സമൂഹം നേരിട്ട ഒരു പുരോഗതിയുടെ ഒരു ഭാഗമായിരിക്കാം. പക്ഷെ ഇത്തരം കൂടിച്ചേരുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഇന്ന് കുറഞ്ഞു വരിക. ഇപ്പൊ നമ്മളെയൊക്കെ ബാങ്കിലേക്ക് ചെല്ലുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ പലപ്പോഴും ശ്രമിച്ചത്. ഇപ്പൊ നമ്മൾ ഒരു ആവശ്യത്തിന് അവിടെ ചെന്നാൽ പോലും അവർ പറയും, സാറേ യോനോ ആപ്പ് ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്തുകൂടെ, അതിലൂടെ ഇതെല്ലാം ചെയ്യാമല്ലോ. ട്രഷറി ചെല്ലുമ്പോൾ ട്രഷറി പറയും, ബാങ്കിലേക്ക് പ്രശ്നം മാറ്റും. അപ്പോ സാമൂഹ്യമായി ഇടപെടാനുള്ള അവസരങ്ങളൊക്കെ ഒരുപക്ഷെ വിവര സാങ്കേതിക വിദ്യയുടെ ഒരു വികാസമൊക്കെ കൊണ്ടാവാം ഇന്ന് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടി വ്യാപകമാകും. അപ്പോൾ ഇങ്ങനെ ഫീൽഡിലിറങ്ങുമ്പോൾ ഇത് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഇങ്ങനെ ഒരു ടോക്കിംഗ് പാർലർ എന്ന് പറയുന്ന ഒരു ആശയം ഞാൻ കണ്ടപ്പോൾ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒന്ന് പരസ്പരം കാണാനും സൗഹൃദം പങ്കുവെക്കാനും ആശയവിനിമയം ചെയ്യാനും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ആ ഒറ്റപ്പെടൽ എന്ന ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണാനും, അതുമാത്രമല്ല നമുക്കറിയാം നമ്മെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കാം, ഒന്ന് വരാനും ഒന്ന് അന്വേഷിക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നൽകുന്ന ഒരു ആശ്വാസം വളരെ വലുതായിരിക്കും. അപ്പം അവിടെയാണ് ഈ ടോക്കിംഗ് പാർലറിലേക്ക് ഒരു പ്രസക്തി. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി കിടക്കുകയാണ്. നമ്മുടെ കുട്ടികളെയും യുവാക്കളും ഒക്കെ ആയിട്ട് കൂടി അതും ഒരു ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ തലമുറ നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ വളരെയധികം താല്പര്യമെടുത്ത് പലപ്പോഴും ചിലപ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ജീവിക്കാൻ മറന്നുപോയോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ തുടർന്നു വന്ന തലമുറയെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതും അവരുടെ തൊഴിലും ഒക്കെ വേണ്ടി ജോലി ചെയ്യുമ്പോൾ അത് മെച്ചം പിടിച്ച് പലപ്പോഴും പലതും ഒഴിവാക്കി അവർക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിക്കാൻ മറന്നുപോയോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയ തലമുറ അങ്ങനെയല്ല. നമുക്കറിയാം, എനിക്ക് 32 വയസ്സുള്ളൊരു മകനുണ്ട്. പുതിയ തലമുറ അങ്ങനെ, അവര് നാളെയെക്കുറിച്ചല്ല, അവര് പ്രസന്റിൽ ജീവിക്കുന്നവരാണ്. നമ്മളൊക്കെ ഭാവിയെ കരുതി വർത്തമാന കാലത്ത് ജീവിക്കാതെ ഭാവിക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചത്. പക്ഷെ പുതിയ തലമുറ എങ്ങനെയല്ല, അവർ വർത്തമാന കാലത്ത് ജീവിക്കുക, അടിച്ചു പൊളിച്ച് നാളെക്കുറിച്ചല്ല, ഇന്ന് എങ്ങനെ നന്നായിട്ട് ജീവിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് നാളെക്കുറിച്ച് ഒരു കരുതലോ അത്ര ഒരു ബോധറേഷൻ അവർക്കില്ല. അതുകൊണ്ട് എന്ന് വെച്ച് അവരുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, പലപ്പോഴും മക്കളെ വളർത്തി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കി വിവാഹം കഴിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ മാതാപിതാക്കളെ അവരോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന ഒരുപാട് പേരെ നോക്കാം. അപവാദങ്ങൾ ഉണ്ടാവാം, അല്ലാതെ ഉള്ളവരോ കൊണ്ടില്ല എന്നുള്ളതല്ല, ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തലമുറയുമായിട്ടുള്ള ഒരുപക്ഷെ ഒരു ചിന്താഗതിയിലും ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ ആ ഗ്യാപ്പ് എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അനുഭവ സമ്പത്തും നമ്മുടെ പരിജ്ഞാനവും നമ്മുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ അവരുമായിട്ട് പങ്കുവെക്കാനും. അപ്പൊ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ശോഷണം വന്നിരിക്കുന്നത് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിലാണ് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നത്.
ഒരുപക്ഷെ നമ്മുടെ കാലത്തോ നമ്മുടെ തലമുറ മൂല്യങ്ങളെന്ന് കരുതിയുന്ന പലതും അവിടെ ഒരുപക്ഷെ സ്നേഹവും ഉത്തരവാദിത്വവും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. ആ മൂല്യ സിസ്റ്റം ഇന്ന് വളരെ മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും എന്തിനേയും ഒരു കൺസ്യൂമറിസത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനേയും ഏതിനേയും പണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ബേസിസ് ആണ് പലപ്പോഴും നമ്മൾ നോക്കിക്കാണുന്നത്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കഴിക്കുമ്പോൾ തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചുകൂടാനും നമ്മുടെ ആശയങ്ങൾ വിനിമയം ചെയ്യാനും പരസ്പരം ചർച്ച ചെയ്യാനും ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ആഴ്ചയും നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഉള്ള ഒരു ചർച്ച നടത്തുന്നുണ്ടെന്നാണ്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ആരോഗ്യ രംഗത്തും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു കരുതൽ നമുക്ക് ആവശ്യമാണ്. ഈ വേമ്പനാട്ട് കായലിലെ ഓളങ്ങളിൽ കുഞ്ഞോളങ്ങളിൽ കിളിമകളെ ശൂന്യാകാശം താരേ മരുഭൂമി സൂര്യയും പേരാമ്പലു ഞാൻ ദാഹജലം തരുമോ പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചേർന്നാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം എന്ന് മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്ക് തിരിക്കുന്നു. നന്ദി.